വാഹനം കുഴിയിൽ വീഴാതിരിക്കാൻ 20 കിലോമീറ്റർ വഴിതിരിച്ചു വിട്ടതിന് പിന്നാലെയാണ് റോഡ് നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചത്. ഇന്ന് രാവിലെ മണ്ണും കല്ലും കുഴിയിൽ നിറച്ച് കുഴിയടയ്ക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് പ്രദേശത്ത് കനത്ത മഴയും പെയ്തു. എന്നാൽ ഒരു ആത്മാർത്ഥതയുമില്ലാത്ത കുഴിയടക്കലായതിനാൽ പൊരിമഴയത്തും അത് തുടർന്നു. ഇതൊക്കെ കട്ട് ചെയ്യാണ്ട് വെറുതെ ഇട്ടിട്ട് ഇത് കാശ് 29 ലക്ഷം കളയാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇതൊരിക്കലും നല്ലതല്ല, ശാശ്വത പരിഹാരമല്ല. ഇവിടെ MLA MP ഒന്നും ഇല്ല. ഇത് വെറും തരികട മാത്രം അവർ ചെയ്യും. മഴ മാറിയപ്പോൾ നേരത്തെ ഇട്ട മണ്ണെല്ലാം കുഴിയിൽ നിന്ന് ഒലിച്ചുപോയി. മെറ്റലും കല്ലും മാത്രമായി. ചിലയിടത്ത് വെള്ളക്കെട്ടും. ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ പ്രവൃത്തിയിൽ ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാർ രേഖപ്പെടുത്തിയത്. കുഴി അടച്ചു വന്നതിന് എല്ലാവരും വരെയും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തിനാണ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ചോദിക്കണമെന്നുണ്ട്, ഇത് എന്തൊക്കെയാ ചേർത്തിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല, ഒരു കൊല്ലം ഇങ്ങനെ. ഇതിന് മുമ്പ് സമയം ഉണ്ടായിരുന്നില്ല അവർക്ക് അടയ്ക്കാൻ. ഇത് വെറും വേസ്റ്റ്. 26-ാം തീയതി മുതൽ ഈ റൂട്ടിൽ ബസ് സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ പ്രഹസനം. ടാറോ കോൺക്രീറ്റോ ഒരു തരി പോലുമില്ലാത്ത കുഴിയടക്കൽ മൂലം ബൈക്ക് യാത്രക്കാർ ഇനി തെന്നി വീഴുമെന്ന ആശങ്കയിലാണ്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.